അഭിഷേകമന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുക ആധാരമായ ദൈവത്തിൻ്റെ വചനം വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനം. അവൻ ദൈവത്തിൻ്റെ വചനവും യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. താൻ എന്ന ഒരു വാക്ക്, അവൻ എന്നൊരു വാക്ക് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. താൻ കണ്ടതൊക്കെയും. അവൻ യോഹന്നാനെ കുറിച്ചാണ് ഇത് പറയുന്നത്. കർത്താവ് ഈ ഭൂമിയിൽ യോഹന്നാനെ അയക്കുമ്പോഴും യോഹന്നാനിലൂടെ യേശുക്രിസ്തുവിൻ്റെ ഒരു സാക്ഷിയായി യേശുവിൻ്റെ കൂടെ 3.5 വർഷക്കാലം നടന്ന ആ യോഹന്നാൻ യേശുക്രിസ്തുവിന് വേണ്ടി തൻ്റെ ജീവനെ അർപ്പിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. 90 വയസ്സായിട്ട് പോലും യേശുക്രിസ്തുവിൻ്റെ നാമം പറയുന്നതിൽ ഒരു മടിയും കാണിക്കാതെ കടന്നുപോയ ഒരാളായിരുന്നു യോഹന്നാൻ. തിളച്ച എണ്ണയ്ക്കകത്തേക്ക് ഇട്ടപ്പോഴും പത്മോസ് എന്ന ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ടപ്പോഴും എല്ലാവരാലും തള്ളപ്പെട്ട അവസ്ഥയിൽ ഉയർത്തെഴുന്നേറ്റ അരുമനാഥൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരു മടിയും കാണിക്കാതെ കർത്താവിന് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുവാനും കർത്താവിന് വേണ്ടി ജീവിക്കുവാനും സാക്ഷ്യമായി കടന്നു പോകാനും യോഹന്നാന് കഴിഞ്ഞെങ്കിൽ, ഇങ്ങനെ യേശുക്രിസ്തുവിന് വേണ്ടി ഒരു സാക്ഷിയാകുക എന്നത് ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ്. പ്രിയമുള്ളവരെ, രക്തസാക്ഷികളായി തീർന്ന പോളികാർപ്പിന്റെ സാക്ഷി നോക്കുമ്പോൾ തള്ളിപ്പറയണമെന്ന് അനേകർ അവനോട് പറയുവാനും അനേകർ തള്ളിപ്പറഞ്ഞ അവസ്ഥയുടെ നടുവിൽ തള്ളിപ്പറയാതെ 86-ാം വയസ്സിൽ യേശുക്രിസ്തുവിന് വേണ്ടി തൻ്റെ ശരീരത്തെ വലിഞ്ഞു മുറുകി കെട്ടി വിറക് കമ്പുകൾ ഇട്ട് തീ കൊടുക്കുമ്പോൾ പോളികാർപ്പ് തൻ്റെ ജീവിതത്തെ ഇങ്ങനെയാ കാണുന്നത്. എനിക്ക് വേണ്ടി എന്നെ സ്നേഹിച്ച എൻ്റെ യേശു കർത്താവ് ഈ ഭൂമിയിൽ എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച് എനിക്ക് വേണ്ടി പിതാവിൻ്റെ അടുക്കലേക്ക് പോയെങ്കിൽ ഞാൻ എൻ്റെ യേശുക്രിസ്തുവിന് വേണ്ടി എൻ്റെ ജീവനെ ഞാൻ അർപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ സാക്ഷ്യം. ആരെല്ലാം തള്ളിപ്പറഞ്ഞാലും ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ അവൻ്റെ നാമത്തെ ഉയർത്തി ഏറ്റുപറയുവാൻ തക്കവണ്ണം ഒരു സാക്ഷിയായി ജീവിക്കുക. താൻ കണ്ടതൊക്കെയും, യോഹന്നാൻ ഇങ്ങനെയാ, താൻ കണ്ടതൊക്കെയും. എന്താണ് കണ്ടത്? കർത്താവിൻ്റെ പ്രവൃത്തി, കർത്താവിൻ്റെ പ്രവർത്തനം, കർത്താവിൻ്റെ ജീവിതം, കർത്താവിന് വേണ്ടിയുള്ള സാക്ഷിയായി ഉള്ള പ്രവർത്തനങ്ങൾ. യോഹന്നാന്റെ ലേഖനം എഴുതുമ്പോൾ യോഹന്നാൻ പറയുക, ഞാൻ കണ്ടതും കേട്ടതും തൊട്ടതും ഞാൻ അനുഭവിച്ചറിഞ്ഞതുമായ ജീവന്റെ വചനമാണ്. ജീവന്റെ വചനം കൊടുക്കുവാൻ ഒരു സാക്ഷിയായി ഇന്ന് നമുക്കായി അവൻ്റെ സന്നിധി നിൽക്കാൻ കഴിയുമെങ്കിൽ, ലോകമകലം നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? ആത്മാവിന് പകരമായിട്ട് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ ആത്മാവിനെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ, നമുക്ക് തന്ന ജീവൻ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ, യേശു കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ ഒന്ന് ഭാഗ്യം കിട്ടിയെങ്കിൽ നമുക്ക് സന്തോഷത്തോടെ കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ യേശുവിനെ ആരുടെ മുമ്പിൽ വെച്ചു പറയുമെന്ന് പ്രഖ്യാപിക്കണം, പറയണം. എന്താ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി? ഞാനൊരു പാസ്റ്റർ, ഞാനൊരു വിശ്വാസിയാണ്, ഞാനൊരു ശുശ്രൂഷകനാണ്, ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കുന്നവനാണ്. ഒരു മടിയും വിചാരിക്കരുത്. ആരെല്ലാം എന്തെല്ലാം നമ്മളെക്കുറിച്ച് തോന്നിയാലും നമ്മൾ കർത്താവിന് വേണ്ടി ഒരു സുവിശേഷകനാണെന്ന് പറയാൻ മടിയൊരിക്കലും വേണ്ട. സുവിശേഷം പ്രസംഗിക്കുന്നവൻ്റെ പാദം എത്ര സുന്ദരമാണ്. കണ്ടത് പറയാനും കേട്ടത് പ്രസംഗിക്കുവാനും കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ
കർത്താവ് തന്ന ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ നമുക്ക് ഈ ദിവസം ഒരുക്കി കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാം. കർത്താവെ, സ്വർഗീയ അപ്പച്ച, നിന്റെ സ്വർഗീയ കരം വയ്ക്കണം. യോഹന്നാൻ കണ്ടതൊക്കെയും പറഞ്ഞെങ്കിൽ ഞങ്ങളെയും ജീവിതത്തിൽ കാണുവാനും കേൾക്കുവാനും അനുഭവിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഒരുക്കണം. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.